ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വെജ് സ്റ്റൂ, അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. അതായത് സിമ്പിളായിട്ട് ആണ് ഉണ്ടാക്കണമെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർന്ന് പിറ്റേ ദിവസം വെക്കുമ്പോൾ അതിനകത്ത് തന്നെ ഗരം മസാലകൾ പൊടിച്ചല്ല, അല്ലാതെ ഗരം മസാലകളെല്ലാം കൂടി ഇട്ടിട്ടാണ്, ഉപ്പ് ഇട്ടിട്ടാണ് ആദ്യം ഒന്ന് വേവിക്കുക. എന്ത് കഴിയുമ്പോൾ ആയിട്ട് സവാള ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അതിനകത്ത് തന്നെ ഇട്ടിട്ട് വേവിക്കുക. അപ്പോഴത്തേക്കും ശരിക്കും മസാലയുടെ ഫ്ലേവർ ഈ എല്ലാ വെജിറ്റബിൾസിനകത്തേക്കും പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ, ചിലപ്പോൾ ഞാൻ മൂന്നാം പാലുണ്ടല്ലോ, മൂന്നാം പാലും കൂടെ ഒഴിക്കും. ഈ എന്താ പറയുക, വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ വെറും പച്ചവെള്ളത്തിൽ വേവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രണ്ടാം പാലും ഒന്നാം പാലും ലാസ്റ്റ് ഒഴിക്കും. കൂടെ കാഷ്യൂനട്ടും കൂടെ അരച്ച് ചേർക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, കുരുമുളക് പൊടി ഇടും. ഏറ്റവും ലാസ്റ്റത്തെ കാര്യമാണ് കേട്ടോ. പിന്നെ നെയ്ക്കകത്താണ് കാഷ്യൂവും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് അങ്ങ് ചേർക്കും. അപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. നോക്ക്, നോമ്പൊക്കെ ഉള്ള സമയത്ത് ഇത് ഒന്ന് ട്രൈ. അപ്പത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ബീഫുണ്ടെങ്കിൽ ബീഫിൻ്റെ ഇത്തിരി നെയ്യൊക്കെ ഉള്ള പീസും ചേർത്ത്, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും ചേർത്ത് ചിക്കൻ സ്റ്റൂ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി കുക്കറിലിടുക. അതിനകത്തേക്ക് ഒരു ബേ ലീഫ് കീറിയിടുക. കണ്ടോ, വെള്ളം അത് നെരുക്ക വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ കുരുമുളക് ഇടുക. ഏലക്ക ചിലപ്പോൾ ഞാൻ ഇച്ചിരി പൊട്ടിച്ചിടും കേട്ടോ. പെരിഞ്ചീരകം, കറുവപ്പട്ട, തക്കോലം, പിന്നെ ഗ്രാമ്പു. ആദ്യം കുരുമുളക് ഇട്ടായിരുന്നു, ഇത്ര ഇട്ടു പാകത്തിന്. പിന്നെ കാന്താരിമുളക്, പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഞാൻ സാധാരണ ഇവിടെ കാന്താരിമുളക് ഉണ്ടാവാറുള്ളതുകൊണ്ട് കാന്താരിമുളക് ഇടുക. പിന്നെ ഉപ്പ്. കുതിർന്നത് കണ്ടല്ലോ, അത്രയും ഒന്ന് കുതിർന്നായിരിക്കുള്ളൂ, നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ടതല്ലേ. ഇനി ഉപ്പ് ഇട്ടു, നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ കഴിഞ്ഞ് ഇച്ചിരി നേരം കൂടി വെച്ചു കേട്ടോ. ഇത്രയും വെന്തു. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് കേട്ടോ. അതും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇത് സ്റ്റൂ ആയതുകൊണ്ടാണ് മഞ്ഞൾ ചേർക്കാത്തത്. അല്ലാതെ അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു മഞ്ഞൾ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. എന്നിട്ട് പാകത്തിന് ഉപ്പ് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടതായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടി ചേർത്താൽ മതി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ആ മസാല ആദ്യമേ ഗ്രീൻ പീസിൻ്റെ കൂടെ മസാല എല്ലാം ഇട്ട് നമ്മൾ വേവിച്ചല്ലോ. ആ മസാലയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് മൂന്നാം പാല് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വെക്കുന്നത്. മൂന്നാം പാലും കൂടെ, പിന്നെ പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം മൂന്നാം പാല് പിഴിഞ്ഞത് ഒഴിച്ചിട്ട് നമ്മളിനി വേവിക്കാൻ വയ്ക്കും. അപ്പോൾ ആ മസാലയുടെ എല്ലാം എന്താ പറയുക, ആ രുചി, ആ ടേസ്റ്റ് ഇനിയിപ്പോൾ ഈ കഷ്ണത്തിലെല്ലാം പിടിക്കും. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ഒരു പാചകം ചെയ്യേണ്ട ഒരു ചരുവത്തിലേക്ക് എല്ലാം കൂടി ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മൂന്നാം പാല്, ഏറ്റവും അവസാനത്തെ പാലായിട്ട് ഒഴിച്ച് വെച്ചിരിക്കുന്നത്, മൂന്നാം പാല് ഒഴിക്കുക. മൂന്നാം പാല് കുറച്ച് നമ്മൾ ആദ്യം എടുത്തായിരുന്നു. അപ്പോൾ കാഷ്യൂനട്ട് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് കറി ശരിയാക്കാം. ഇതിപ്പം മൂന്നാം പാൽ ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാം പാൽ ഇനി ഒഴിക്കുക. ഇത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി
കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കോൺഫ്ലോർ കലക്കി ഒഴിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുറുകലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് അത്രയും മതിയെങ്കിൽ നമ്മൾ അത്രയും മതി. എന്നിട്ട് ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടു. ഇനി ഒന്നാം പാൽ ഒഴിച്ചു, നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് പാലൊന്നും ഒഴിക്കാനില്ല കേട്ടോ. എല്ലാം അരച്ച് വെച്ച് കാഷ്യൂ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇത്തിരി നെയ്യ് കൂടുതൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡ്രൈ ഗ്രേപ്സും കാഷ്യൂവും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് ഇച്ചിരി നന്നായിട്ട് ഫ്രൈ ആവണ വരെ ആക്കിയിട്ട് ഇതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ ഫ്രൈ ആയത് നമുക്ക് ആദ്യം ഈ സ്റ്റൂവിലേക്ക് അങ്ങ് കോരിയിടാം. അതിനകത്ത് നെയ്യ് കുറച്ച് അടിയിലിരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് ആ നെയ്ക്കകത്തേക്ക് കുറച്ച് ഗരം മസാല ഇപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങണതാണെങ്കിൽ അങ്ങനെ ആ ഗരം മസാല ഒന്ന് ഇട്ട്. ഇതിപ്പം ആ ഗരം മസാല എന്ന് പറയുമ്പം നിങ്ങൾ ഈ ബീഫിൻ്റെ മസാല മേടിക്കാൻ കിട്ടുമല്ലോ, അത് ഇട്ടാലും മതി കേട്ടോ. അതിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇനി ഇച്ചിരി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി വാങ്ങാവുന്നതേ ഉള്ളൂ. കഴിയുക കുരുമുളക് പൊടി, ഇത്രയും കുരുമുളക് പൊടിയും കൂടി ഇട്ടു, നന്നായിട്ട് ഇളക്കി. ഇനി ഉപ്പൊക്കെ നോക്കി വാങ്ങി ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആയി. ഇനി നമുക്ക് അപ്പമൊക്കെ ചുട്ട്, അപ്പവും ഇത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നല്ലതാണ് കേട്ടോ. 2 അപ്പവും ചുട്ട് അപ്പത്തിൻ്റെ കൂടെ ഈ സ്റ്റ്യൂ ഒഴിച്ച് നമുക്ക് കഴിക്കാം.